അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത വീഡിയോ കേട്ടോ. രാവിലെ തന്നെ 1 കിലോ ബീഫെല്ലാം മേടിച്ചിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകി വാരി നമ്മൾ കുക്കറിലേക്ക് വേവിക്കാനുള്ള പരിപാടിയാണ്. അപ്പം നന്നായി കഴുകി വാരിയതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇത് ഇത്രയും ചെറുതിയിൽ നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പ് ചേർത്ത് നന്നായി ഇത് ഇത്രയും കൂടി നന്നായി ഇറച്ചിയിൽ തിരുമ്മി പിടിപ്പിച്ച് നമ്മൾ കുക്കറിൽ തന്നെ വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. വെള്ളമൊന്നും ചേർക്കുന്നില്ല, വെള്ളമൊക്കെ അതിൽ നിന്ന് തന്നെ ഇറങ്ങിക്കോളും. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് പോണേ. ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് തന്നെ മോനും അപ്പനും നല്ലപോലെ വാഷിംഗ് മെഷീനൊക്കെ കഴുകുന്ന തിരക്കിലാണ് കേട്ടോ. നമ്മുടെ വാഷിംഗ് മെഷീൻ പുറത്തിരിക്കുന്നതുകൊണ്ട് ചെയറെല്ലാം നല്ലപോലെ തെറിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കുള്ള ചോറിനുള്ള പരിപാടി നോക്കാൻ എഴുതി അങ്ങനെ അരിയെല്ലാം ഞാൻ കഴുകി അടുപ്പത്തിട്ടു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ചെറിയ വെയിലെല്ലാം ഉള്ളതുകൊണ്ട് കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടിന്ന് ആദ്യമായിട്ടൊന്ന് പുറത്തിറക്കിയിട്ടുണ്ട് കേട്ടോ. അവരും കൂടെ കുറച്ച് ഹാപ്പി ആവട്ടെ എന്ന് എഴുതി. അതിനതേ ഹസ്ബൻഡ് വാഷിംഗ് മെഷീനെല്ലാം കഴുകി കഴിഞ്ഞു. അങ്ങനെ ദേ ഞാൻ ഇറച്ചി വരട്ടാനുള്ള പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. ഇഞ്ചിയും അതുപോലെ നമ്മുടെ പച്ചമുളക്, തക്കാളി, സബോള, കറിവേപ്പില ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അതേ നമ്മുടെ ഇറച്ചിയെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. എന്നാൽ പിന്നെ ഉപ്പ് നോക്കാതെ വേറെ എന്ത് പരിപാടി, ഒരു കഷ്ണം എടുത്ത് ഉപ്പ് നോക്കി നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം നന്നായി വരട്ടി മസാലയെല്ലാം ഇട്ട് ഇത് നമ്മുടെ ബീഫ് നന്നായി വരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നൊരു അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ഇന്ന് പറ്റാവുന്ന പണികളെല്ലാം ഒരുമിച്ച് തീർക്കുന്നുണ്ട് കേട്ടോ ചേട്ടായി. പിന്നെ ഇതേ വെയിലെല്ലാം ഉള്ളതുകൊണ്ട് വിറകെല്ലാം ഉണങ്ങാറ്റിട്ടുണ്ട്. മക്കളെ കുളിപ്പീരെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതേ ചോറും അതുപോലെ തന്നെ മോരുകറിയും ബീഫെല്ലാം കൂട്ടി നല്ലപോലെ ചോറുണ്ട്. ഓക്കെ ബൈ.